ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 4 സിൻടാക്സ്. ആ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 2 മാർക്കും പറയുന്നുണ്ട്, എസ്സേ ക്വസ്റ്റ്യനും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ റിവിഷൻ ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും കുറച്ച് പോയിന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയ എക്സ്പ്ലനേഷൻ ഇല്ല. നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മീൻ ബൈ സിൻടാക്സ്? സിൻടാക്സ് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിൻടാക്സ് മീൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ദ ഫ്രേസസ് ടു ക്രിയേറ്റ് എ വെൽ ഫോം സെന്റൻസ് ഈസ് നോൺ ആസ് ലാംഗ്വേജ്. അതായത് ലാംഗ്വേജ് ഒരു സെന്റൻസ് പറയുമ്പോൾ എന്താണ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള വേർഡും മീനിങ്സും ഒക്കെ വേണം. ആ ഒരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ? കാരണം ആ ഒരു അറേഞ്ച്മെന്റ് തെറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസിന്റെ ഒരു ഇത് തന്നെ മാറിപ്പോവും അല്ലേ? അപ്പോൾ അതാണ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് to create a well-formed sentences in language. It's known as syntax. Next question, analyze the term syntax. എക്സാമിന് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ വാട്ട് ഡസ് മീൻ ബൈ സിൻടാക്സ് എന്നാണ് ചോദിക്കുക. അനലൈസ് സിൻടാക്സ് അധികം ചോദിക്കാറില്ല, എന്നാലും കുറവാണ്, ചോദിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പക്ഷേ ഒരു സിൻടാക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ അനലൈസിൻ്റെ ഇതും കൂടി എഴുതി വെക്കണം കേട്ടോ. അതായത് ദ ടേം സിൻടാക്സ് കൺസിസ്റ്റ് ഓഫ് 2 Greek words, sin and tax. Sin means together and tax means put in order. Sin എന്ന് പറഞ്ഞാൽ എന്താ? ടുഗെദർ. ടാക്സ് മീൻസ് പുട്ട് ഇൻ ഓർഡർ. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട് അല്ലേ? സിൻ എന്ന് പറഞ്ഞാൽ എന്താ? SYN, സിൻ. ടുഗെദർ. TAS, ടാക്സ് മീൻസ് പുട്ട് ഇൻ ഓർഡർ. അതൊരു ഓർഡറിലാക്കുക. അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് പഠിക്കാവുന്നതല്ലോ. അപ്പോൾ സിൻടാക്സ് പഠിച്ചില്ലേ? സിൻടാക്സ് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് വേർഡ് ആൻഡ് ദ ഫ്രേസ് ടു ക്രിയേറ്റ് എ വെൽ ഫോം സെന്റൻസ് ഇൻ എ ലാംഗ്വേജ്. സിൻടാക്സ്. ഇങ്ങനെ അനലൈസ്, അതെങ്ങനെയാണ് ഇതായിട്ട് വന്നത്? It is 2 Greek word, sin and tax, which means sin എന്ന് പറഞ്ഞാൽ ടുഗെദർ, ടാക്സ് മീൻസ് ടു പുട്ട് ഇൻ ഓർഡർ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനും പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 5 ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് 4 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. മോർഫീം, ഫ്രേസ്, ക്ലോസ്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 73 173 പേജ് നമ്പർ 173 നോക്കിക്കഴിഞ്ഞാൽ ഈ സിൻടാക്സിൻ്റെ ഇതും കാണാം. അതുപോലെ ഫണ്ടമെന്റൽ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് അത് 5 ഏതൊക്കെയാണ്? മോർഫീം, വേർഡ്, ഫ്രേസ്, ക്ലോസ് ആൻഡ് സെന്റൻസ്. 5 എണ്ണം പഠിച്ചു വെക്കുക. അത് എന്താണെന്നും കൂടി പഠിക്കുക കേട്ടോ. ഈ മോർഫീം ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണാൻ പോയി കഴിഞ്ഞാൽ. മോർഫീം എന്താണ്, വേർഡ് എന്താണ്, ഫ്രേസ് എന്താണ്, ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഒക്കെ 2 മാർക്കായിട്ട് ചോദിക്കും. ഇത് എസ്സേ ആയിട്ടൊക്കെ വരുമ്പോൾ ഇത് മൊത്തം പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് മോർഫീം? അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, മോർഫീം എന്താണ്, വേർഡ് എന്താണെന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. എ മോർഫീം ഈസ് എ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ വേർഡ് ഓർ പാർട്ട് ഓഫ് എ വേർഡ് that has meaning. It cannot be divided into smaller meaning or segment. അതായത് മോർഫിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആണ്. അതൊരു വേർഡോ അല്ലെങ്കിൽ പാർട്ടോ ആണ്. അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ വേർഡ് ഓർ ഫ്രേസ് ഓഫ് എ വേർഡ് ദാറ്റ് ഹാസ് മീനിങ്. ഇറ്റ് കനോട്ട് ബി ഡിവൈഡ് ഇൻ ടു സ്മോളർ മീനിങ് സെഗ്മെന്റ്സ്. അപ്പം അതാണ് മോർഫീമിൽ വരുന്നത് കേട്ടോ. ഇനി വാട്ട് ഡിഫൈൻ എ വേർഡ്? ഡിഫൈൻ എ വേർഡ് എന്താണ്? എ വേർഡ് ഈസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്. നമുക്കത് എളുപ്പത്തിൽ പഠിക്കാവുന്നതല്ലോ. ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. വിച്ച് മീൻസ് സംതിങ്. ഒരു വേർഡിനൊരു മീനിങ് ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ബി ഫോം ഓഫ് സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ്. അതെന്തായിരിക്കും? ഒരു സ്പോക്കൺ ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടൺ ലാംഗ്വേജ് ആയിരിക്കാം. ഇപ്പം നമ്മൾ സിൻടാക്സ് പഠിച്ചു. അതിൻ്റെ അത് ഏത് വേർഡ് നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് എന്നാണ്. പിന്നെ 5 ഫണ്ടമെന്റൽ ഓഫ് യൂണിറ്റ് പഠിച്ചു. മോർഫീം എന്താ പഠിച്ചു, വേർഡ് എന്താന്ന് പഠിച്ചു. ഇത് നിങ്ങൾ പെട്ടെന്ന് നോക്കാനാണ് കേട്ടോ ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോണേ. കാരണം നിങ്ങൾക്ക് എക്സാം ആയ കാരണം അധികം സമയമില്ലേ, അതുകൊണ്ടാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മളൊപ്പം പറഞ്ഞു പോകണു, അതാണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് പഠിക്കുക. ഓർത്തോഗ്രാഫിക് വേർഡ് എന്താണ്? ആൻ ഓർത്തോഗ്രാഫിക് വേർഡ് ഇസ് സംതിങ് റിട്ടൺ വിത്ത് വൈഡ് സ്പേസിങ് അറ്റ് ദ ബോത്ത് ആൻഡ് ബട്ട് നോ വൈഡ് സ്പേസ് ഇൻ ദ മിഡിൽ. അതായത് ഒരു വേർഡ്, ആ ഒരു വേർഡിൻ്റെ ഇടയിലൊരു സ്പേസും ഇല്ല, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും. പേജ് നമ്പർ 175 ഉണ്ടാവും കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 175 കാണാം. ഫോർ എക്സാമ്പിൾ പറയാം, AN. അതിൻ്റെ ഇടയിൽ ANൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. അതേപോലെ ലെഫ്റ്റിലും ഗ്യാപ്പില്ല, റൈറ്റിലും ഗ്യാപ്പില്ല. AN ഒരൊറ്റ വേർഡ്, ആൻ അല്ലേ? അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ അതാണ് ഓർത്തോഗ്രാഫിക് വേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ക്ലോസ്? ക്ലോസ് എന്താണ്? വാട്ട് ഈസ് എ ക്ലോസ്? A clause is a group of words that include a subject and a verb and forms a sentence or a part of sentence.
ക്ലോസ് എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സബ്ജക്ട്, അതിലെന്തൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വേർബ് ഉണ്ടായിരിക്കും. ആൻഡ് ഫോംസ് എ സെൻറ്റൻസ്, ഇതൊരു ഫോം ആയിരിക്കും, സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യും. ഓർ എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്, അതൊരു സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണ് സെൻറ്റൻസ്? സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് കണ്ടെയ്നിങ് എ സബ്ജക്ട് ആൻഡ് എ പ്രെഡിക്കേറ്റ് കൺവേയിങ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻ, എക്സ്ക്ലമേഷൻ ഓർ കമന്റ്. സെൻറ്റൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. അതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, കൺവേയിങ് എ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഉണ്ടാവും, എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ കമാൻഡ് ഉണ്ടായിരിക്കാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ജനറേറ്റീവ് ഗ്രാമർ. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ജനറേറ്റീവ് ഗ്രാമർ, സെൻറ്റൻസ് എന്താണ്, ക്ലോസ് എന്താണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് കോൾഡ് ജനറേറ്റീവ് ഗ്രാമർ. പിന്നെ എസ്സേ ക്വസ്റ്റ്യന് മിക്ക തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 5 മാർക്കായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഡിഫറൻഷിയേറ്റ് ഫോം ക്ലാസ് ആൻഡ് ഫംഗ്ഷൻ ക്ലാസ്. ഫോം ക്ലാസ്സും ഫംഗ്ഷൻ ക്ലാസ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മൊഡ്യൂൾ 1ലും ഈ ഒരു പാർട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഒരു തരത്തിലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിഫറൻഷിയേറ്റ് ഫോം ക്ലാസ് ആൻഡ് ഫംഗ്ഷൻ ക്ലാസ്. പിന്നെ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രേസ് ഇൻ ഇംഗ്ലീഷ്. അതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രേസ് ഇൻ ഇംഗ്ലീഷ്? മെൻഷൻ എ ഫ്യൂ വെറൈറ്റീസ് ഓഫ് ഫ്രേസ് ഇൻ ഇംഗ്ലീഷ്. ഫ്രേസുകളാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? നൗൺ ഫ്രേസ് വരുന്നുണ്ട്, അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നുണ്ട്, വേർബ് ഫ്രേസ് വരുന്നുണ്ട്, അഡ്വേർബ് ഫ്രേസ് വരുന്നുണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസും വരുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് എ ക്ലോസ്? ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ക്ലോസ്? എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോസ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോസ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർ മെയിൻ ക്ലോസ് ഉണ്ട്. പിന്നുള്ളത് ഏതാണ്? കോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, റിലേറ്റീവ് ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, നൗൺ ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, അഡ്വേർബൽ ക്ലോസ് ഉണ്ട്. ഇങ്ങനെ 8 എണ്ണമാണ് വരുന്നത്. 8 അല്ല, 7 എണ്ണം. അതുപോലെ പിന്നെ എന്താണ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് ചോദിക്കേണ്ടത്? അത് 4 മാർക്കിനെ വരാൻ ചാൻസ് ഉള്ളൂ. 5 മാർക്ക് 4 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാനൊന്നും ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതേപോലെ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എല്ലാ 2 മാർക്കും എസ്സേ ക്വസ്റ്റ്യനും മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ലപോലെ എല്ലാവരും പഠിക്കുക. പിന്നെ ഇനി ഉഴപ്പി നടക്കാൻ ഒട്ടും സമയമില്ല. കാരണം 5th സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ ഒരു കൊല്ലം പോവും. അതാണ് ഈ ഒരു സെമ്മിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.